കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ബജരംഗ് ദൾ ആക്രമണത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ പരിഹസിച്ച് എ കെ ബാലൻ. തലശ്ശേരിയിൽ ആഭ്യന്തരമന്ത്രിക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണം. റബ്ബറിന് 300 രൂപയ്ക്ക് വേണ്ടി അധികാരം നൽകാമെന്ന് പറഞ്ഞയാളാണ് പാംപ്ലാനി. തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചതിന് സഭാ നേതൃത്വം മാപ്പ് പറയണമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഒരു ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമല്ലേ അല്ലേ? തലശ്ശേരിയിലുള്ള റബ്ബറിന് 300 രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ BJPക്കാരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ മതമേലധ്യക്ഷനാണ് അദ്ദേഹം. കൂടുതൽ അതെ തിരിച്ചറിവ് ഇനിയെങ്കിലും പോകണം. തിരിച്ചറിവ് അവർ പറഞ്ഞില്ലേ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാദർ പറഞ്ഞില്ലേ, കേരളത്തിൽ പറയുന്ന പോലെയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല, ആശങ്കയാണ്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, എ കെ ബാലന്റെ നേരിട്ടുള്ള ആക്രമണവും കടന്ന പരിഹാസവും എന്നാണ് അദ്ദേഹം പറയുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ സഭ നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് ഈ ബിഷപ്പ് പ്ലാംബാനിക്കെതിരെ അദ്ദേഹം ഈ കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. ഈ തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഈ സഭാ നേതൃത്വമാണ്. അതേ സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ, കന്യാസ്ത്രീകൾക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് കേരളീയ പൊതുസമൂഹത്തോട് ഈ സഭാ നേതൃത്വം മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്ലാംബാനി ഈ പലപ്പോഴും ഈ റബ്ബറിന് 300 രൂപയാക്കിയാൽ അധികാരം നൽകാമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഏറ്റവും അവസാനവും അദ്ദേഹം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം തന്നെ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത്. ശരി സാജിദ്.